ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇതിഹാസ തുല്യമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അനേകായിരം വിപ്ലവകാരികൾ, അനേകായിരം സ്വാതന്ത്ര്യ സമര പോരാളികൾ, അവരിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ സത്യാഗ്രഹ സമരമായി ചുരുക്കി കാണുന്ന അനേകം മനുഷ്യർ ഇന്നും രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരത്തിലൂടെ രക്തം ചിന്താതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന കഥയ്ക്കാണ് രാജ്യത്ത് പ്രാമുഖ്യം ലഭിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ വിപ്ലവധാരയെ സംബന്ധിക്കുന്ന കൂലങ്കഷമായിട്ടുള്ള ഒരു ചർച്ച ആവശ്യമാണ് എന്നത് ഇന്ന് പൊതുവിൽ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പ്രധാനമായും രണ്ട് ധാരകളായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായും ബൂർഷാസിയുമായും ഫ്യൂഡൽ മൂല്യങ്ങളുമായും സന്ധി ചെയ്ത അനുരഞ്ജനത്തിന്റെ സമരധാര. രണ്ടാമത്തേത് ഒന്നിനോടും സന്ധിയില്ലാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തോക്കെടുത്തിട്ടാണെങ്കിൽ, ആയുധമെടുത്തിട്ടാണെങ്കിൽ ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പൊരുതണം എന്ന് ആഗ്രഹിച്ച വിപ്ലവധാര അഥവാ സന്ധിരഹിത സമരധാര. വിപ്ലവധാരയെ സംബന്ധിച്ച് സന്ധിരഹിത സമരധാരയെ സംബന്ധിക്കുന്ന കൂടുതൽ ചർച്ചകൾ, കൂടുതൽ അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പഠിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിശ്ചയമായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും യുവജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അനുരഞ്ജന സമരധാരയും അനനുരഞ്ജന സമരധാരയും. ഈ അനനുരഞ്ജന സമരധാരയിലെ അനേകം വിപ്ലവകാരികളുണ്ട്. ആ വിപ്ലവകാരികളുടെ വിസ്മരിക്കപ്പെട്ട ചരിത്രത്തെ, യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ, ജീവിത സമരത്തെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. കാരണം അത്രമേൽ ലക്ഷക്കണക്കിന് വിപ്ലവകാരികളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചത്. അങ്ങനെയുള്ള വിപ്ലവകാരികളിൽ അസാധാരണമായ ത്യാഗസന്നദ്ധത പ്രദർശിപ്പിച്ച, അസാധാരണമായ ധൈര്യം പ്രദർശിപ്പിച്ച, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പൊരുതിയ, അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച ഒരു അതുല്യനായ വിപ്ലവകാരിയായിരുന്നു ജതീന്ദ്രനാഥ് ദാസ് അഥവാ ജതിൻ ദാസ്. 1929 സെപ്റ്റംബർ മാസം 13 ലാഹോർ സെൻട്രൽ ജയിലിൽ ജതീന്ദ്രനാഥ് ദാസ് രക്തസാക്ഷിയായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു ജീവത്യാഗമായിരുന്നു ജതീന്ദ്രനാഥ് ദാസിൻ്റെത്. 63 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഭക്ഷണം കഴിക്കാത്തത് മൂലം ഒരു വശം തളർന്നു, പക്ഷാഘാതം വന്നു. അവസാനം ഒരക്ഷരം പോലും മിണ്ടാനാവാതെയാണ് ജതീന്ദ്രനാഥ് ദാസ് എന്ന 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ വിപ്ലവകാരി രക്തസാക്ഷിത്വം വരിക്കുന്നത്. ജതിൻ ദാസിന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ച് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനുമായിട്ടുള്ള MR ജയ്ക്കർ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ജതീന്ദ്രനാഥ് ദാസ് ഇഞ്ചിഞ്ചായി മരിച്ചു. ഭക്ഷണം കഴിക്കാത്തതിനാൽ ഒരു കൈ പക്ഷാഘാതം മൂലം തളർന്നു, മറ്റേ കൈക്കും സ്വാധീനം നഷ്ടപ്പെട്ടു. അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമായി. മനുഷ്യന് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട വരദാനമായ കാഴ്ചയും നഷ്ടപ്പെട്ടു. കണ്ണുകളിലെ അഗ്നി പതിയെ പതിയെ അണഞ്ഞു. 63 ദിവസം നിരാഹാരം കടന്ന് 25-കാരനായിട്ടുള്ള ജതിൻ ദാസ് രക്തസാക്ഷിത്വം വരിച്ചത് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ ജതിൻ ദാസിനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു. കോടതി ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ജതിൻ ദാസിനെ മോചിപ്പിക്കുവാനായിട്ട് ഉത്തരവിടുകയുണ്ടായി. എന്നാൽ ജതിൻ ദാസ് പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതുവരെ, ഞങ്ങൾ വിപ്ലവകാരികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ ഉയർത്തിയ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ ഈ ജയിലിൽ ഞാൻ നിരാഹാരം തുടരും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കേവലം 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരേടായിട്ട് മാറുകയുണ്ടായി. ജതിൻ ദാസിന്റെ രക്തസാക്ഷിത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ, ദേശാഭിമാനികളെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. അടുത്ത ദിവസം ലാഹോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജതിൻ ദാസിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി അത് കൽക്കട്ടയിലേക്ക് യാത്ര പുറപ്പെട്ട് ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ദേശാഭിമാനികളായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ സ്റ്റേഷനുകളിലെത്തി ജതിൻ ദാസിന് അന്ത്യ അഭിവാദനം അർപ്പിക്കുകയുണ്ടായി. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ജതിൻ ദാസിന്റെ മൃതദേഹം കൽക്കട്ടയിൽ എത്തിക്കുന്നതിന് വേണ്ടി 600 രൂപ അയച്ചു കൊടുക്കുന്നത്. കൽക്കട്ട ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണ്
ജതിൻ ദാസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ട്രെയിൻ ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഡോക്ടർ PC റായ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ദുർഗാദേവി തുടങ്ങിയ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജതിൻ ദാസിൻ്റെ മൃതദേഹം കാണുന്നതിനും അത് ഏറ്റെടുക്കുന്നതിനും വേണ്ടി അവിടെ തടിച്ചുകൂടി. 1929 സെപ്റ്റംബർ 14 ജതിൻ ദാസിന്റെ മൃതദേഹം കൽക്കത്ത ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് ജതിൻ ദാസിന്റെ മൃതദേഹം കാണുവാൻ വേണ്ടി കൽക്കട്ട ടൗൺ ഹാളിൽ എത്തിയത്. പിന്നീട് ടൗൺ ഹാളിൽ നിന്നും കേവടതല്ല ശ്മശാനത്തിലേക്ക് ജതിൻ ദാസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചു. 6 ലക്ഷം ആളുകളാണ് ആ വിലാപയാത്രയിൽ അണിനിരുന്നത്. ബംഗാൾ വോളണ്ടിയേഴ്സിന്റെ 1 ലക്ഷം ഭടന്മാർ യൂണിഫോം ധരിച്ചുകൊണ്ട് മുന്നിൽ ജതിൻ ദാസിന് അന്ത്യ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നിൽ മാർച്ച് ചെയ്യുകയുണ്ടായി. അങ്ങനെ കേവടതല്ല ശ്മശാനത്തിലാണ് ജതിൻ ദാസിന്റെ മൃതദേഹം സംസ്കരിച്ചത്. അത് ഇന്ത്യയിലെ ദേശാഭിമാനികളെ മാത്രമല്ല, ഐറിഷ് വിപ്ലവകാരികളെ, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവകാരികളെയൊക്കെ വലിയ തോതിൽ പ്രചോദിപ്പിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ജയിലിൽ 74 ദിവസം നിരാഹാരമനുഷ്ഠിച്ച് രക്തസാക്ഷിയായ ടെറൻസ് മക്സ്വനിയുടെ ഭാര്യ മേരി മക്സ്വനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു കത്തയക്കുകയുണ്ടായി. ജതിൻ ദാസിന്റെ രക്തസാക്ഷിത്വത്തെ അഭിവാദനം ചെയ്തുകൊണ്ടുള്ള വിഖ്യാതമായിട്ടുള്ള ഒരു കത്ത്. ആ കത്തിൽ മേരി മക്സ്വനി പറയുന്നത് ഇപ്രകാരമാണ്: ടെറൻസ് മക്സ്വനിയുടെ കുടുംബം ശോകത്തിലും അഭിമാനത്തിലും ജതിൻ ദാസിന്റെ ആത്മദാനത്തിൽ ഇന്ത്യൻ ജനതയോടൊപ്പമുണ്ട്. മേരി മക്സ്വനിയുടെ ആ വാക്കുകൾ അതൊരു അസാധാരണമായിട്ടുള്ള ഐക്യത്തിൻ്റെ, അസാധാരണമായിട്ടുള്ള സാഹോദര്യത്തിൻ്റെ, സാർവദേശീയതയുടെ ചിഹ്നമായി, അടയാളമായി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ജതിൻ ദാസ് എന്ന യുവാവിൻ്റെ രക്തസാക്ഷിത്വം വിവിധ രാജ്യങ്ങളിലെ ദേശാഭിമാനികളെ വലിയ തോതിൽ പ്രചോദിപ്പിക്കുക ഉണ്ടായി. 1904 ഒക്ടോബർ 27 കൽക്കട്ടയിലെ ഭവാനിപ്പൂരിലാണ് ജതിൻ ദാസ് ജനിച്ചത്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വിദ്യാഭ്യാസത്തിൽ ജതിൻ ദാസ് മികവ് കാട്ടി. മെട്രിക്കുലേഷനും ഇന്റർമീഡിയറ്റും ജതിൻ ദാസ് ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. മഹാത്മാഗാന്ധി 1 വർഷത്തിനുള്ളിൽ സ്വരാജ്യം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഇന്ത്യയിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടുകയുണ്ടായി. ജതിൻ ദാസും മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ്, ജതിൻ ദാസിന്റെ നടപടിയെ വലിയ തോതിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജതിൻ ദാസ് വീട് വിട്ടിറങ്ങി ഭവാനിപ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് താമസം മാറ്റി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1922 ഒക്ടോബർ മാസം 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ ഒരു മദ്യഷാപ്പിലേക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു. ആ പ്രതിഷേധ പ്രകടനത്തിനെതിരെ പോലീസ് വെടിവെക്കുകയും 3 സ്വാതന്ത്ര്യ സമര സേനാനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികൾ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും പോലീസ് സ്റ്റേഷന് തീവെക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. 22 പോലീസുകാർ ആ തീവെപ്പിൽ കൊല്ലപ്പെട്ടു. ആ തീവെപ്പിനെ തുടർന്ന് അഹിംസ കൈവെടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ, യുവാക്കളെ, യഥാർത്ഥ ദേശാഭിമാനികളെ വലിയ തോതിൽ നിരാശരാക്കി. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ തുടർന്ന് വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടു. ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗുമായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ. ഭഗത് സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ പദ്ധതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഒരു അംഗമായി ജതിൻ ദാസ് ചേരുകയുണ്ടായി. വിപ്ലവകാരികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും തൊഴിലാളികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി ലാഹോർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പൊതുസുരക്ഷാ ബില്ലും തൊഴിൽ തർക്ക ബില്ലും അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഭഗത് സിംഗും ബഡുകേശ്വർ ദത്തും 2 പേരും കൂടെ ചേർന്ന് ആ അസംബ്ലിയിൽ ഒരു ശബ്ദ ബോംബ് പൊട്ടിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച ആ ശബ്ദ ബോംബ് നിർമ്മിച്ചത് ജതിൻ ദാസ് ആയിരുന്നു. ആ കേസ് ലാഹോർ ഗൂഢാലോചന കേസ് എന്നറിയപ്പെട്ടു. ഭഗത് സിംഗിനോടൊപ്പം ബഡുകേശ്വർ ദത്തിനോടൊപ്പം അനേകം വിപ്ലവകാരികളോടൊപ്പം ജതിൻ ദാസും അങ്ങനെയാണ്
ലാഹോർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് ജയിലുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ, പ്രത്യേകിച്ച് വിപ്ലവകാരികളെ വലിയ തോതിൽ പീഡിപ്പിക്കുമായിരുന്നു. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാതെ വളരെ മോശമായ സാഹചര്യത്തിൽ വൃത്തിഹീനമായ ഭക്ഷണം കഴിച്ച് നരകതുല്യമായ ജീവിതമാണ് വിപ്ലവകാരികൾക്ക് ജയിലുകളിൽ ജീവിക്കേണ്ടി വന്നത്. അതിനെതിരെ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ ജയിലുകളിൽ വിപ്ലവകാരികൾ നിരാഹാര സമരം ആരംഭിച്ചു. ആ നിരാഹാര സമരത്തിൽ തുടക്കത്തിൽ ചേരാതിരുന്ന ജതിൻ ദാസ് അവസാനം നിരാഹാര സമരത്തിലേക്ക് കടക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിരാഹാര സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിരാഹാര സമരത്തിന് അർത്ഥമില്ല, ഞാൻ അവസാന ശ്വാസം വരെ പൊരുതും. പിന്നീട് നമ്മൾ കാണുന്നത് ജതിൻ ദാസ് ആ ബ്രിട്ടീഷ് ജയിലിൽ വിപ്ലവകാരികളെ രാഷ്ട്രീയ തടവുകാരായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐതിഹാസികമായിട്ടുള്ള നിരാഹാര സമരം നടത്തുന്നതാണ്. ആ നിരാഹാര സമരത്തിലൂടെ രക്തസാക്ഷിത്വം വരിച്ച ജതിൻ ദാസ് എന്ന് പറയുന്ന വിപ്ലവകാരി അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രചോദനമാവുകയും അനേകം വിപ്ലവകാരികൾക്ക് ജന്മം നൽകുകയും ചെയ്തത് വലിയ ചരിത്രമാണ്. ആ ചരിത്രം ഇന്ന് വിസ്മൃതിയിലാണ്. ആ ചരിത്രത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സുകളിൽ യഥോചിതം പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. ആ ചരിത്രത്തെ പഠിക്കുകയും യുവാക്കളിൽ എത്തിക്കുകയും വിദ്യാർത്ഥികളിൽ എത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരായ പോരാട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലെ വിപ്ലവധാരയെ, അനനുരഞ്ജന സമരധാരയെ ജനങ്ങളിൽ എത്തിക്കുക എന്നത്.